ലെൻസുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ലെൻസ് എന്ന് പറയുന്ന ഒരു പൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ലെൻസിൻ്റെ ഒരു ബാരൽ ഒരു 6 ഇഞ്ചോ 5 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ നീളമുള്ള ആ ഒരു ലെൻസിൻ്റെ പൈപ്പിനകത്ത് ഒരുപാട് ഗ്ലാസിൻ്റെ പീസുകൾ, കോൺവെക്സും കോൺകേവും ആയിട്ടുള്ള ലെൻസുകൾ അടുക്കി വെച്ചിട്ടാണ് ക്യാമറ കമ്പനികൾ പുറത്ത് ഫീൽഡിലുള്ള ലൈറ്റിനെ കൃത്യമായി ഷാർപ്പായിട്ട് നമ്മുടെ സെൻസറിൽ പതിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 5ാം ക്ലാസ്സിലെ സയൻസിൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഗ്ലാസ്സിനകത്ത് കൂടി പ്രകാശം കടന്നു പോകുമ്പോൾ നിശ്ചിത ശതമാനം ലോസ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ 100 യൂണിറ്റ് പ്രകാശം ഒരു ഗ്ലാസ്സിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ മറുവശത്തെത്തുമ്പോൾ അത് ചിലപ്പോൾ 95ഓ 94ഓ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പോട്ടെ ഒരു 2% ലോസ് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ നമുക്ക് 2% പ്രകാശം ആ ഗ്ലാസ്സിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മറ്റൊരു പ്രശ്നമാണ്, ഒരു ഗ്ലാസ്സിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ഗ്ലാസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ലൈറ്റിലുള്ള കളേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട്. അതായത് നിങ്ങൾ നല്ല സൂര്യപ്രകാശം ആണെങ്കിൽ കൂടി ഒരു മോശം ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു ഗ്ലാസ്സിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ മറുവശത്ത് നോക്കുമ്പോൾ പച്ചയും നീലയും പിങ്കും ഒക്കെ പല ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണുന്നതോ പഴയ ബാലരമയിൽ കളർ പ്രിൻ്റ് വരുന്നത് പോലെയുള്ള ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇതും ലെൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ നിർമ്മാണ രീതി വളരെ നല്ല രീതിയിൽ നിർമ്മിച്ച ഗ്ലാസ് ആണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന് കാര്യമായ ഒരു ലോസ് ഒന്നും തന്നെ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഡാമേജ് ഇല്ലാതെ ആ മറുവശത്തേക്ക് അത് കടത്തിവിടും. എങ്കിലും ഒരു ഗ്ലാസ് പീസിനകത്തൂടെ, അത് കോൺവെക്സ് ലെൻസ് ആകട്ടെ കോൺകേവ് ലെൻസ് ആകട്ടെ ഏതാകട്ടെ, അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു പഠനത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ കാൽക്കുലേഷൻസിലൂടെ പോകാം. അതായത് ഒരു ഗ്ലാസ് സർഫേസിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് 2% ഡാറ്റ ലോസ് അല്ലെങ്കിൽ പ്രകാശം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെൻസിനകത്തുള്ള ഗ്ലാസ് പീസുകളെ എലമെൻറ്റ്സ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെൻസിനകത്ത് ഒരു 5 എലമെൻറ്റ് ലെൻസാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം 10%, അതായത് 5 എലമെൻറ്റ്സിൽ കൂടി കടന്നു പോകുമ്പോൾ 5 × 2 10% പ്രകാശത്തിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് ചിത്രത്തിൽ പതിയേണ്ട ഡീറ്റെയിൽസ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു 13-14 എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ലെൻസാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരുപാട് ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടിട്ട് വളരെ സോഫ്റ്റായ ഒരു കാണാൻ ഭംഗിയില്ലാത്ത ചിത്രമായിരിക്കും ആ ലെൻസ് നമ്മുടെ സെൻസറിലേക്ക് പതിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ലെൻസിനകത്തുള്ള എലമെൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും മിനിമം എലമെൻറ്റ്സിൽ നിർമ്മിച്ച ഗ്ലാസ്സിലൂടെ ആയിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചിത്രം നമുക്ക് കിട്ടുക. ഇത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എലമെൻറ്റ്സ് കൂടുതലും കുറവും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതായത് ലെൻസിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ, ലെൻസിൻ്റെ നീളം പല കാരണങ്ങളും കൊണ്ട് നീളം കൂടുതലുണ്ടാവാം, എങ്കിലും കൂടി നിങ്ങൾ ലെൻസിൻ്റെ നീളം ഒരുപാട് കൂടുതലുള്ളതാണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഒരുപാട് ഗ്ലാസ് എലമെൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് പിക്ചർ ക്വാളിറ്റി നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ എല്ലാ ലെൻസിനും അങ്ങനെ സംഭവിക്കണം എന്നില്ല. ഇതിൻ്റെ പുറകെ വരുന്ന മറ്റ് സെഷനുകൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. എങ്കിലും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ലോസ് അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഇനി വളരെ ചെറിയ പാൻ കേക്ക് ടൈപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ അധികം നീളമില്ലാത്ത ലെൻസുകളാണെങ്കിൽ നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ലെൻസിൻ്റെ എലമെൻറ്റ്സ് കൂടുന്തോറും നമുക്ക് പിക്ചർ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് എങ്ങനെയാണ് ലെൻസുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത്, അവ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ വ്യത്യാസങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള സെഷനുകളിൽ നോക്കാൻ പോകുന്നത്.